ഒരുങ്ങുന്നു സമ്പൂർണ്ണ കോഴിക്കൂടോ കോഴിക്കട തല്ലി തകർത്തു. ഏട്ടാ ഇന്ന് കൂട്ടാനൊന്നും വെക്കണ്ടേ? എന്താ ഇന്ന് കൂട്ടാനൊന്നും വെക്കണ്ടേന്ന്? കൂട്ടാൻ നേരത്തെ സാമ്പാറില്ലേ? ആ സാമ്പാറിന്റെ 2 ദിവസം അഡ്ജസ്റ്റ് ചെയ്തോളൂ. ആരും വരുന്ന ലക്ഷണം കാണാനില്ല. നേരം 10 മണിയായിട്ട് അയാൾ കാണാനില്ല. ഇന്നും സാമ്പാറാ? ഇന്ന് എന്നല്ല, ഇനി ഇവിടെ നിന്ന് 3-4 ദിവസം സാമ്പാറിന്റെ കൂട്ടേണ്ടി വരും. അനി കുറച്ച് ഈ അത് കൂടുതലാ, ഈ അധിക ചെലവ്. മനുഷ്യ പട്ടിണി എടുക്കുക. എടി പിന്നെ ഏയ് ആ പരിപ്പ് അടുപ്പത്തിട്ടുള്ളൂ. ആരെ വരണുണ്ട്. നിങ്ങൾ പോയിട്ട് വരും. ഞാനല്ല ആ ചങ്ങായിനെ കാണുമ്പോ തന്നെ എനിക്ക് ദേഷ്യം പിടിക്കാം. ഒരു പ്രാവശ്യം കാണുന്നതേ കലിയാണ്. ഇടയ്ക്ക് ഒരിക്കൽ അനുഭവമുള്ളതാണ്. അയാളെ മോന്താണ്, പല്ലില്ലല്ലോ, അടി കിട്ടിട്ട് കൊഴിഞ്ഞാണ്. നമുക്കൊന്ന് ഈ തവണെങ്കിലും നോക്കാലോ. ഇയാള് ജോത്സ്യനൊന്നും അല്ലാന്ന്. എന്ത് കാര്യത്തിനാണ് സംസാരിക്കരുത്. അതെ പിന്നെ മനോജ് ഒരു കാര്യം പോയിട്ട് പ്രശ്നം ഉണ്ടാക്കും. ദയവേത് പ്രശ്നം ഉണ്ടാക്കും. ഞാനൊന്നും പറയാൻ പറ്റില്ല. വന്ന കാര്യം പറഞ്ഞോളൂ. അതെ ജോത്സ്യരത് എന്റെ പെങ്ങള് രമ്യ. നിങ്ങൾക്ക് കല്യാണക്കാരൊന്നും ശരിയാവില്ല. അപ്പൊ ജോത്സ്യരത് നോക്കിയിട്ടൊന്ന് പറഞ്ഞു തരണോ? അതിനാണ് ഞാൻ ഇരിക്കുന്നത്. വേണ്ടതുപോലെ ഗ്രഹിച്ചിട്ട് പറഞ്ഞു തരാമോ? നോക്കണേന് മുമ്പേ കാര്യം പറയട്ടെ. ചോദിച്ചോളൂ. എന്നെ സ്നേഹിക്കുന്ന 2 ആൾക്കാരുണ്ട്, സതീഷ് ഏട്ടനും വേണു ഏട്ടനും. അതിൽ ആർക്കാ കൂടുതൽ ഭാഗ്യം എന്ന് പറയോ? കുട്ടിയുടെ നാള് പറഞ്ഞോളൂ. കല്യാണം കഴിക്കാതെ എങ്ങനെ കുട്ടി ഉണ്ടാവും? ചേട്ടാ എനിക്കറിയാം. അതല്ല ചോദിച്ചു, ഈ കുട്ടിയുടെ നാള് പറയാ. ഹിന്ദിയാണോ? ഭരണി. രൂപല്ലേ ചോദിച്ചത്, നാളാണ് ചോദിച്ചത്. നിങ്ങളെന്താ ബോഡി ഷെയിം നടത്തുക? ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇയാള് ലോകമാട്ടേണെന്ന് പറഞ്ഞാണ് ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞ തമാശ നേർക്കാതായി. എന്താ ഇയാൾ എന്തിനാ കൊണ്ടുവന്ന ഒരു കാര്യമില്ലാണ്ട് ലോക തോൽവി. ചോദിച്ചതിന് മറുപടി പറയും. സതീഷാണ് വേണുവാണ് ഭാഗ്യവാൻ അറിയണം അല്ലേ? ഇപ്പൊ പറഞ്ഞ് ശരിയാക്കി തരാം. നല്ല പ്രാർത്ഥിച്ചോളൂ, അതെല്ലാം പ്രാർത്ഥിച്ചോളൂ. ജോത്സ്യരെ എന്തിനാ ഇത്ര നേരം ഒഴിയണു? അല്ല അതിങ്ങനെ ഒഴിയുമ്പോ ഒരു സുഖം. നല്ല ചെയ്ത് നോക്കണോ? നല്ലൊരു ലോലമൃതം. ഇവിടെ 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 നമുക്ക് വെച്ചിട്ട് അത് നല്ല കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. ആ ഭാഗ്യവാൻ ആരാ നോക്കുകയാണ് കേട്ടാ. പ്രാർത്ഥന തെറ്റിക്കണ്ട. ഓം പ്രതിഷ്ഠിത കുടുംബങ്ങള് ഗ്രഹങ്ങൾ ചുറ്റുള്ളത്. അപ്പോ ഭാഗ്യവശാൽ ആ ഭാഗ്യവാൻ സതീഷാണ്. സതീഷാണ്. ഏയ് സതീഷല്ല, വേണു. അതാണ് ഞാൻ പറഞ്ഞത്, സതീഷാണ് ഭാഗ്യവാനെന്ന്. ഏത് ഞാൻ പ്രശ്നവശം കണ്ടത് പറഞ്ഞതോ. ജ്യോതിഷത്തെ അങ്ങനെ തള്ളി പറയാൻ പറ്റില്ല, മനസ്സിലായില്ലേ? ഞാൻ അത്യാവശ്യം തള്ളുന്നുണ്ടല്ലോ, പിന്നെ വേറെ തള്ളിച്ചൊരു ആവശ്യം ഉണ്ടോ? ഏത് അല്ല ഇതെന്താ ഒരു സിനിമാ നടിയുടെ പേര് എഴുതി വെച്ചിരിക്കുന്നത്? സിനിമാ നടിയുടെ പേരാ? ഖുഷ്ബു എഴുതിയിട്ടുണ്ടല്ലോ. മണ്ട ശിരോപണയത് ഖുഷ്ബു എന്നല്ല. കുജം ശുക്രം ബുധൻ അങ്ങനെ നാളുകളുടെ പേരാണത്. ഇങ്ങനത്തെ ഈ ലോക തോൽവിനെ കൂട്ടിക്കൊടുന്ന വല്ല കാര്യമുണ്ടോ? ഓരോരോ വണ്ടി മലി വെച്ചു മനുഷ്യനിറങ്ങാൻ. ഞാൻ വന്നപ്പോ ശ്രദ്ധിക്കാം, ഇയാളെനിക്ക് നല്ല മുഖപരിചയം ഉണ്ടല്ലോ. ആ നേരത്തെ വന്നിട്ടുണ്ടോ? വെറുതെ അല്ല, എനിക്ക് ഒരിക്കൽ കണ്ടവനെ മനസ്സിലാവില്ലേ? പിന്നെ ഇത് മാത്രല്ല, ഞാൻ ഫാസ്റ്റ് ഒക്കെ പറയാറുണ്ട്. ഇത് പെങ്ങളല്ലേ, വേഗം കെട്ടിച്ചു വിട്ടോളൂ, അല്ലെങ്കിൽ കയ്യിൽ പോകട്ടോ. കല്യാണത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് നോക്കാം. നോക്കിട്ട് പറയാം. ധൃതി വെക്കണ്ട, നോക്കിട്ട് പറയാം. കുറച്ച് തടസ്സങ്ങൾ കാണുന്നുണ്ട്. അതിനൊരു ശത്രു സംഹാരം ചെയ്താൽ മതി. അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് ഞാൻ സ്ഥിരമായിട്ട് ഇവിടുന്ന് ഒരു ഏലസ് മന്ത്രിച്ച് കൊടുക്കാറുണ്ട്. ഏത് ഐക്കൽ എന്നൊക്കെ പറയില്ലേ,
അതിങ്ങനെ കൊടുക്കാറുണ്ട്. അത് കയ്യിൽ കെട്ടിയാൽ തന്നെ കാര്യങ്ങളൊക്കെ ഏകദേശം കൂടെ നടന്നു കിട്ടും. എന്നിട്ടും മാറിയില്ലെങ്കിലോ? ഏലസ് കെട്ടിയിട്ടും ശത്രു പോയിട്ടില്ലെങ്കിലോ? ഇതേപോലത്തെ നല്ലൊരു പിച്ചാത്തിന്റെ പള്ളക്കണ്ട് കയറ്റാം, ഏത് ശത്രുവായും പോയി. എന്നിട്ടും പോയില്ലെങ്കിലോ? ചാവക്കാട് നല്ല ചെക്കന്മാരുടെ കൊട്ടേഷൻ ചെക്കന്മാർ ഞാൻ ഇറക്കി തരാന്ന് കുറഞ്ഞ പൈസ കൊടുത്ത പോലെ. ഇയാള് ഇയാള് ഇയാളെ ഞാൻ പറയാം, ആരോ ഇയാളെ കൂട്ടി വന്നെന്തിനാണ് ഈ ഭരണം നൽകിയ പോലത്തെ ഒരു മുഖം വെച്ചിട്ട് ആളെ ഗുണഗുണമാക്കാൻ വേണ്ടി വന്നേക്കണം രാവിലെ തന്നെ. ജോത്സ്യരെ നോക്ക്, ജോത്സ്യരെ മുന്നിൽ നോക്കിയാലും മുന്നോട്ട് പോകുന്നു. ഒന്ന് ഗണിച്ചു പറയൂ. ഗണിക്കാം. നിങ്ങളുടെ മുത്തശ്ശന്റെ ആത്മാവ് ഗതി കിട്ടാതെ കിടന്ന് അലയുന്നുണ്ട്. മുത്തശ്ശനെ എവിടെ ഒഴുക്കിയത്? ഗംഗയിലോ? വെറുതെ അല്ല, ആള് ഭാഷ അറിയാതെ കിടന്നിങ്ങനെ കറങ്ങാണ്. കേരളത്തിൽ എവിടെ ഒഴിക്കാൻ പറയാറില്ലേ? മുത്തശ്ശൻ കിടന്ന് അലയണ്. മുത്തശ്ശന്റെ ആത്മാവിനെ വിളിച്ചു വരുത്തിയിട്ട് മോക്ഷം കൊടുക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? അതിന് ആളെ വാട്സപ്പ് നമ്പർ എന്റെ കയ്യിലില്ലല്ലോ. ശരിയാ, അന്ന് ലാൻഡ് ലൈൻ അല്ല, മുത്തശ്ശൻ എങ്ങനെയാ മരിച്ചത്? ലൂസ് മോഷൻ. ലൂസ് മോഷനായിട്ട് മരിച്ച ആൾക്ക് ഇനിയും മോശം കൊടുക്കണോ? അലമ്പായി പോവും. ആലോചിച്ചിട്ട് മതി. ഇത് ഒന്ന് ഗണിച്ചു പറയൂ ജോത്സ്യരെ. എന്റെ നാളെ ഏതാ? രേവതി. അല്ല, രേവതി നാട്. അല്ല, പ്രാർത്ഥിച്ചിരുന്നോളൂ. ഈശ്വരൻ നാമ എപ്പോഴും ഇങ്ങനെ കാരണം നാള് പ്രകാരം ധാരാളം ധനം കയ്യിൽ വന്ന് ചേരാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. അത്ര സന്തോഷിക്കാൻ വരട്ടെ. തൊട്ടുപുറകിൽ ഈടി വന്ന് സകല അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുണ്ട്. പിന്നെ നിങ്ങക്ക് കൈയൊക്കെ അറിയോ? കൈ നോക്കാൻ അറിയുമെന്നോ? ജോസിൽ ഫസ്റ്റ് പഠിക്കുന്ന സംഗതി കൈ നോട്ടത്തിന്നല്ല ഇതൊക്കെ വരുന്നത്, ഉരുത്തിരിച്ച് വരുന്നല്ലോ. കയ്യോ നോക്കി പറയും. പിടിക്കാം, താത്തി പിടിക്കാണല്ലേ? കയ്യില് രേഖ. ധനനഷ്ടം മാനനഷ്ടം തെളിഞ്ഞു കാണുന്നു. ധനനഷ്ടം ഉണ്ടാവുന്നത് ഇവിടെ വന്നപ്പോ തന്നെ ഉറപ്പല്ലേ? തള്ളിത്തരണ്ടേ ഇത്? ഇയാൾ എന്ത് വർത്താനേ പറയണ? ഇയാൾ വന്നപ്പോ ചൊറിയാൻ തുടങ്ങിയതാണല്ലോ. ഇയാളെ കൂട്ടിക്കൊണ്ടുള്ള വല്ല കാര്യമല്ലോ? ഇയാൾ തമാശ ഇത്തരത്തിലെ ആളുകളെ കൂട്ടിക്കൊണ്ടുള്ള ഞാൻ എന്നോട് വരുമ്പോ പറഞ്ഞിട്ടുണ്ട് ഇത് മാട്ടേണ്. ഞാനല്ല. അല്ലല്ല, ഈ നാട്ടിലുള്ള നല്ല ജ്യോത്സ്യന്മാർക്ക് മൊത്തം ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു മുതലാണ്. ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് ഒരു ദിവസം, കൊറേ മുമ്പേ. എന്റെ കല്യാണത്തിന്റെ മുമ്പ് വന്നിട്ടുണ്ട്. അന്ന് ഇയാൾ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? അതൊക്കെ പറയുമ്പോ അടിക്കുക വേണ്ട. അന്ന് എന്താ പറഞ്ഞതറിയോ? എനിക്ക് ജീവിതത്തിൽ കുട്ടികളെ ഉണ്ടാവണ്ട, കല്യാണം കഴിക്കേണ്ട. എനിക്കിപ്പോ കുട്ടികള് ഞാൻ അന്ന് വേറെ കാര്യം പറഞ്ഞ എനിക്ക് ഓർമ്മ ഉണ്ടോ? അതാണ് അതും കൂടി നീ കൂട്ടി പറയണം, അപ്പഴേ മനസ്സിലാവുള്ളൂ. എനിക്ക് ഓർമ്മ ഉണ്ടാവും പറഞ്ഞത്. ഞാനെന്ന് പറഞ്ഞു അധ്വാനിക്കാന്റെ അന്യന്റെ മുതൽ കയ്യിൽ വന്ന് ചേരാനുള്ള അവസ്ഥ ഉണ്ടാവും പറഞ്ഞ ഓർമ്മ ഉണ്ടോ? അത് പറഞ്ഞത് നടന്നോ?